സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയും എലിപ്പനിയും കാരണം 3 പേർ മരിച്ചു. കഴിഞ്ഞ ദിവസം 80 പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചത്. പനി ബാധിതരുടെ എണ്ണവും ഉയർന്നു തന്നെയാണ്. 11,067 പേർക്കാണ് കഴിഞ്ഞ ദിവസം പനി ബാധിച്ചത്. ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. ജൂലൈ മാസം അവസാനത്തോടുകൂടി പകർച്ചവ്യാധികളുടെ കണക്ക് ആശങ്കപ്പെടുത്തുമെന്ന് ആരോഗ്യ വിദഗ്ധർ ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് എലിപ്പനി വില്ലനായി തുടരുകയാണ്. അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന് ആരോഗ്യവകുപ്പ് എന്തായാലും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ ദിവസം 3 പേരാണ് ഇത്തരത്തിൽ എലിപ്പനിയും ഡെങ്കിപ്പനിയും ബാധിച്ച് മരിച്ചത്. അതിൽ 2 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ച 2 പേരും തിരുവനന്തപുരം സ്വദേശികളാണ്. നഗരൂർ സ്വദേശി ഇത്തരത്തിൽ മരണമടഞ്ഞു. ഒപ്പം തിരുവനന്തപുരത്തെ മറ്റു പ്രദേശത്തുള്ള ആൾക്കും മരണം സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ജാഗ്രത സർക്കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പറയുന്നുണ്ട്. വെൺപകലിലും നഗരൂരുമുള്ള 2 പേരാണ് ഈ ഡെങ്കിപ്പനി മൂലം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മരിച്ചത്. എലിപ്പനി മൂലം ജീവൻ നഷ്ടമായത് തൃശൂർ പൂങ്കുളം സ്വദേശിക്കാണ്. അപ്പോൾ അത്തരത്തിൽ ഈ മരണമില്ലാത്ത ഒരു ദിവസം, പ്രത്യേകിച്ച് എലിപ്പനിയോ ഡെങ്കിപ്പനിയോ ബാധിച്ച് ഒരാൾ മരിക്കാത്ത ദിവസങ്ങൾ വിരളമാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. നിലവിൽ പകർച്ചപ്പനിയുടെ എണ്ണത്തിലും കുറവുണ്ടാകുന്നില്ല. 10,000-ലധികമാണ്. കൃത്യമായി പറഞ്ഞാൽ 11,067 പേർക്കാണ് കഴിഞ്ഞ ദിവസം ഈ പകർച്ചപ്പനിക്കായി ചികിത്സ തേടിയത്. ഇതിൽ ആശങ്കപ്പെടുത്തുന്നത് മലപ്പുറത്തെ കണക്കാണ്. കാരണം മലപ്പുറത്ത് ഭൂരിഭാഗം ദിവസങ്ങളിലും 2,000-ലധികം പേരാണ് ഈ പനിക്കായി ചികിത്സ തേടുന്നത്. അതും വലിയ ആശങ്കയായി തുടരുകയാണ്. നിലവിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ, പനി ക്ലിനിക്കുകൾ സജീവമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പനി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കാണിക്കുക. കാരണം എലിപ്പനി എന്ന് പറയുന്ന ഡോക്സിസൈക്ലിൻ ഉൾപ്പെടെയുള്ള മരുന്ന് ആദ്യത്തെ 48 മണിക്കൂറിൽ തന്നെ അണുബാധയുണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗമുണ്ടെങ്കിൽ കഴിച്ചിരിക്കണം. അപ്പോൾ പനി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏതുതരം പനിയാണെന്ന് തിരിച്ചറിയണമെന്ന അറിയിപ്പ് കൂടി ആരോഗ്യ വകുപ്പ് നൽകുന്നുണ്ട്. ഒപ്പം ഈ ചിക്കൻ ഗുനിയയും ഷിഗല്ലയും കഴിഞ്ഞ ദിവസം ഒരാൾക്ക് സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധയുണ്ടായിട്ടുണ്ട്. ഒപ്പം ചിക്കൻ ഗുനിയ ബാധയും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ജാഗ്രതയും ഇപ്പോൾ നിലവിൽ എന്തായാലും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ പറയുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്ന് തുടങ്ങണം. ഒപ്പം ആരോഗ്യവകുപ്പും പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒപ്പം ഉണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.